ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 2 മണിക്ക് ശേഷമാണ് ഞാൻ എൻട്രി എടുത്തത്. നമ്മൾ ഈ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ എൻട്രി എടുക്കാറില്ല, പക്ഷേ ഞാൻ രാവിലെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിപ്പോൾ ഒരു ട്രേഡിൽ എൻട്രി എടുത്തത്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി വലുതാണ്. ഒരു 96 പോയിൻറ്റ്സിൻ്റെ അടുത്ത് ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ഈ ഫോമായി കഴിഞ്ഞ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ താഴത്താണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. സോ അത് വയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 96 പോയിൻറ്റ്സിൻ്റെ 95 പോയിൻറ്റിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു 100 പോയിൻ്റാണ് വയ്ക്കുന്നതെങ്കിൽ ഒരിക്കലും RR വളരെ മോശം RR ആയിരിക്കും. 1:1 ഏകദേശം അങ്ങനെ ആയിരിക്കും വർക്കൗട്ട് ആവുന്നത്. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 125-125 അടുത്ത് ടാർഗറ്റ് വെച്ചാൽ നെക്സ്റ്റ് ഒരു സ്വിങ്ങിന് മുന്നേ വയ്ക്കാം 22. അപ്പോൾ ആ ഒരു സ്വിങ്ങിന് മുന്നേ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. എക്സാക്ട്ലി ഈ ഒരു ഇപ്പോൾ ഒരു ചെറിയ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാക്ട്ലി ഇതിൻ്റെ ഒരു ലോയിൽ കൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസിനെ വച്ചേക്കാം. ഏതായാലും നമുക്ക് എഗനിസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്യാം ആദ്യം. ഏകദേശം കോസ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. നമുക്ക് എൻട്രി കിട്ടിയത് 682.31 636ഉം 637 ട്രിഗർ വന്നിട്ട് 637 വച്ചേക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവിൽ റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഓവറോൾ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6,000 അടുപ്പിച്ചൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 4,000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിലും ചെയ്തേക്കാം. ഏതായാലും ഒരു കാര്യം ചെയ്യാൻ ട്രേഡേഴ്സ്, നമുക്ക് ഇപ്പോൾ നമ്മുടെ കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു നല്ലൊരു വോൾട്ടൈലിറ്റി ഉണ്ട് കേട്ടോ. ഇത്രയും മാർക്കറ്റ് ക്ലോസ് ചെയ്യാവുന്ന സമയം ഏകദേശമായി, അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു വോൾട്ടൈലിറ്റി ഉണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാരണം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഒരു സൈഡ് വേസ് ഒക്കെ ഈ ഒരു സമയത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ്പോ ഡൗൺ മൊമെൻറ്റം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ രാവിലെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ മാർക്കറ്റിനെ നോക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്താണ് ട്രേഡിൽ. ഇപ്പോൾ നമ്മുടെ കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് ഇപ്പോൾ ഒരു 5000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചേക്കാം. നമുക്ക് 732 ആണ് നമ്മളുടെ ടാർഗറ്റ്. മാർക്കറ്റ് അല്ലോ ഇപ്പോൾ ടാർഗറ്റ് വയ്ക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്പോട്ടിൻ്റെ ഒരു ഇത് വെച്ച് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെന്ന്, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ഇവിടുന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് കൊടുത്തിടണം 714. അഗെയിൻ മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ട്, ഒരു 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് ടാർഗറ്റിൽ വെച്ചേക്കാം. പ്രീമിയം വൈസ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇനി ഈ ഒരു ട്രേഡിലില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റ്ലി കൊണ്ട് വെച്ചേക്കാം. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു നോ ലോസിൽ ഇറങ്ങാം. ഇതിപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയും സമയമായി, ഇനിയിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയമായി. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു രീതി വെച്ചിട്ടാണ് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തത്. സോ വളരെ ഫ്യൂ പോയിൻറ്റ്സിൻ്റെ അടുത്തു നിന്നാണ് മാർക്കറ്റ് റിട്ടേൺ ആയത്. സോ ഇനിയിപ്പോൾ തിരിച്ച് പോയി നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെയാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ സിസ്റ്റം ക്ലോസ് ചെയ്യുക, ടെർമിനൽ ക്ലോസ് ചെയ്ത് ഇന്നത്തെ ഇതിൽ നിന്ന് ഇറങ്ങാമെന്നുള്ളേ ഉള്ളൂ. ഇന്ന് കുറേ വളരെ ലേറ്റായിപ്പോയി. ഇത്രയും ലേറ്റിൽ ആക്ച്വലി ഞാൻ ട്രേഡ് എടുക്കാറില്ല. 55-100ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. ഒരു ആവറേജ് മാർക്കറ്റ് ഓവറോൾ ഒരു മാർക്കറ്റിൽ ഒരു ഫോളാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ വെറുതെ ട്രെൻഡിന് അഗനിസ്റ്റോ ട്രെൻഡ് ഓപ്പോസിറ്റോ ട്രേഡ് എടുത്തതല്ല. പ്രീവിയസ് ഡേ ലോയും കൂടെ മാർക്കറ്റ് അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വെറുതെ ട്രെൻഡിന് അഗനിസ്റ്റ് ട്രേഡ് എടുത്തതല്ല. നമ്മൾ എടുത്ത എക്സാക്ട്ലി ആ പോയിന്റിൽ നിന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സൽ ആവുകയും അവിടെ നിന്ന് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റവും കാണിക്കുന്നുണ്ട്. സോ പ്രോപ്പർലി നമ്മളുടെ സെറ്റപ്പിൻ്റെ മേളിൽ മാത്രമാണ് ട്രേഡ് എടുത്തത്. സോ ഒരു കാരണവശാലും ട്രെൻഡിന് അഗനിസ്റ്റ് നമ്മൾ ട്രെൻഡിന് അഗനിസ്റ്റ് പോയി ട്രെൻഡിന് അഗനിസ്റ്റ് ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കരുത്. ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. വേറൊന്നുമല്ല, പ്രോപ്പർലി നമ്മുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം പ്രോപ്പർലി മാർക്കറ്റ് നമ്മളുടെ സെറ്റപ്പിനോട് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. ഇപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം താഴത്തോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഒരു 5 പോയിൻറ്റ്സ് കൂട്ടി നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഹിറ്റ് ചെയ്താണ് പോകണമെങ്കിൽ പിന്നെ ഒരു റീ എൻട്രി ഒന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം ദാറ്റ്സ് ദ എൻഡ്. സോ ഇനിയിപ്പോൾ ഏതെങ്കിലും ട്രേഡ് ആയിട്ട് നാളെ നോക്കാം. ഇനിയിപ്പോൾ ഇതിലൊരു ലോസ് ഇല്ല. നമുക്ക് ഇത്രയും ഒരു മൊമെൻറ്റം അപ്സൈഡ് കിട്ടിയതുകൊണ്ട് നമുക്കൊരു 1000 റുപ്പീസിൻ്റെ അടുത്ത്, ഓക്കെ 1500ൻ്റെ അടുപ്പിച്ച് ഇപ്പം പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 1000ൻ്റെ അടുത്ത് വരുവാണെങ്കിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ട്രേഡിൽ ഒരു കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പ്രീമിയം വൈസ് ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു ഡിസൈഡ് എമൗണ്ട് ടാർഗറ്റ് അവിടെ നമുക്ക് ഹിറ്റ് ആയില്ല. അപ്പോൾ നമ്മളൊരു ഓവറോൾ ഒരു 6000 + 7000 അടുപ്പിച്ചാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത്രയും വന്നില്ല. ഏതായാലും മാർക്കറ്റിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്.